ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു ആവി പറക്കുന്ന കറിയാണ്. നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് നമ്മുടെ വൻപയർ വെജിറ്റബിൾ സ്റ്റൂ ആണ്. വൻപയർ വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനത്തെ സ്റ്റൂ? നമ്മുടെ സാധാരണ വൻപയർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അത് ഞാനിപ്പോൾ സ്റ്റൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ വൻപയർ വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ തലേ ദിവസം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തലേ ദിവസം സോക്ക് ചെയ്തെടുക്കണം എന്നില്ല. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അപ്പോൾ കുക്കറിൽ വൻപയർ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം മാത്രം നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് വേവിക്കുക. ഞാനിപ്പോൾ തലേ ദിവസം കുക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ചേർത്ത് ഒരുമിച്ച് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കലത്തിലാണ് വേവിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വൻപയർ എടുക്കുക, വെള്ളത്തിൽ സോക്ക് ചെയ്ത് വേവിക്കുക. അല്ലെങ്കിൽ 1/2 കപ്പ് വൻപയർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വരുമ്പോഴാണോ പയർ വേവുന്നത് അത്രയും വിസിലെടുത്ത് വേവിക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 1 വലിയ സവോള, 4-5 ബീൻസ്. പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ടത് കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും, തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും. കുക്കറിലാണെങ്കിൽ 2-ാം പാല് 1 കപ്പ് മതി. സാധാരണ നമ്മൾ ചട്ടിയിലാണ് വേവിക്കുന്നത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ 2-ാം പാല് കൂടുതൽ വേണം. പിന്നെ നമ്മുടെ മസാലകളാണ്, അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കലം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് മസാലകളും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഈ കലത്തിലാണ് നമ്മുടെ സ്റ്റൂ റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കലത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ അളവിൽ മതി വെളിച്ചെണ്ണ. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 തക്കോലം, അത് ചെറുതായിട്ട് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പു, നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ടയുടെ ഒരു ചെറിയ പീസ്, അതും ഒന്ന് ഒടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തൊലി മാറ്റിയിട്ടെന്ന് വെച്ചാൽ തൊലി ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി എണ്ണയിലേക്ക് സ്പൈസസിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരണം. ഇത് തന്നെയാണ് നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ട പ്രോസസ്സ് കേട്ടോ. ഇത് തന്നെ ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ആദ്യം നമ്മുടെ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ജസ്റ്റ് ചൂടായി തുടങ്ങട്ടെ. നിങ്ങൾക്ക് വൻപയർ ആയതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. എനിക്ക് സ്റ്റൂവിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ല. ചിക്കൻ സ്റ്റൂവിലും മട്ടൺ സ്റ്റൂവിലൊക്കെ നമ്മൾ വെളുത്തുള്ളി ചേർക്കും. വെജിറ്റബിൾ സ്റ്റൂവിലും വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർക്കുന്നില്ല. ക്യാപ്സിക്കത്തിന് കുക്കിംഗ് ടൈം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ക്യാപ്സിക്കം പിന്നീട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനിപ്പോൾ 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വൻപയറും വെജിറ്റബിൾസും ചേർത്ത് സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. വൻപയറിന് ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് തലേ ദിവസം വെള്ളത്തിലിടാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വൻപയറിനും ഓവറായിട്ട് കുക്കിംഗ് ടൈം ഉണ്ടാവില്ല. തലേ ദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിനും അധികം കുക്കിംഗ് ടൈം ഉണ്ടാവില്ല. എല്ലാം ഒരുമിച്ച് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. വൻപയറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് പിന്നീട് ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ കുക്കായി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിലാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. എല്ലാ വെജിറ്റബിൾസും കുക്കാവട്ടെ. ഉടഞ്ഞു പോകരുത്. കുക്കറിലാണെങ്കിലും എല്ലാം ഉടഞ്ഞു പോകരുത്. അതുപോലെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾസിനും പയറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ്.
അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാപ്സിക്കവും വെജിറ്റബിൾസും ഉപ്പും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക, പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ. ഇനി അധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ല കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഈ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഒരുപാട് ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വൻപയർ സ്റ്റൂവിൻ്റെ പരിപാടി. വൻപയറിൻ്റെ കൂടെ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള 1-2 വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് സവാളയും മാത്രം ചേർത്തിട്ടും വൻപയർ സ്റ്റൂ ഉണ്ടാക്കാം. പിന്നെ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ചേർത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് ക്യാപ്സിക്കവും ചേർത്തിട്ട് 1 മിനിറ്റായി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ച് സമയം നിൽക്കും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുക്കറിലാണെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ 1-ാം പാലും കൂടി ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ തിളച്ചു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അടിപൊളി വൻപയർ സ്റ്റൂ റെഡിയായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വൻപയർ വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റൂ ഉണ്ടാക്കിയിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ ഇഷ്ടമായതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ റെസിപ്പികളൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ ഒരു കാര്യവും കൂടി എല്ലാ ദിവസവും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്താ സ്റ്റൂ റെഡിയായി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.